ഹായ് ഡിയർ പാരൻസ്, ഇന്നത്തെ ലൈവ് എല്ലാരെയും ഞാൻ വെൽക്കം ആക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങളെ ഓരോ നാളത്തെ വിഷയ ഓരോന്നും ചെറിയൊരു 10 മിനിറ്റ് ആയെങ്കിലും കുറേ വിഷയം ഞങ്ങൾ പഠിച്ചോണ്ടല്ലേ മക്കളെ ಬಗ್ಗೆ. അപ്പൊ മക്കളെ ഇത്രത്തോളം ഞങ്ങൾ ഡിസ്കഷൻ ആക്കിയത് മക്കളെ മെഡിക്കൽ റീസൺ കൊണ്ടിട്ടു എങ്ങനെ മക്ക ബാക്ക് ബണ്ടാറ് ചൊല്ല വിഷയമായിട്ട് അതിൽ കുറെ വിഷയമെല്ലാം ഞങ്ങൾ ഡിസ്കഷൻ എല്ലാം ആക്കിയിട്ട് ഇന്ന് ഞങ്ങൾ പോണ്ടേ സൈക്കോളജിക്കലി വിഷയത്തിൽ മക്ക എങ്ങനെ പഠിപ്പുകൾ ബാക്ക് ആവുറാറ്. അപ്പൊ ആ ഒരു വിഷയത്തിൽ നമുക്ക് ഇന്ന് പഠിക്കാമാ? നിങ്ങളെല്ലാം റെഡിയാ? ഓക്കെ, ഗുഡ് ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇന്ന് ഞങ്ങൾ പഠിക്കുള്ളത് ഒരു മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമായിട്ട് IQ ലെവൽ. IQ ചെന്നെങ്കിൽ മക്കളെ ഏജ് കൊത്തിട്ടു അങ്ങനെ ബ്രെയിൻ പ്രോസസ് കൃത്യമായിട്ട് നടക്കറ ഇല്ലേ ചൊല്ലത് ചെന്നെങ്കിൽ എല്ലാ മക്കം ഒരേ പോലേക്കല്ല. പീപ്പിൾ ആർ ഡിഫറെന്റ് ബട്ട് people are okay. അതേപോലെ മേറ്റിക്കറ് ചിൽഡ്രൻസ് ആർ ഡിഫറെന്റ് ബട്ട് ചിൽഡ്രൻസ് ആർ ഓക്കെ. അങ്ങനെ മക്ക ചെന്നത് എല്ലാരും ഒരേപോലെ അല്ല, എല്ലാരും ഡിഫറെന്റ് അല്ലേ? അങ്ക് അങ്ങ് സരിയേ ബട്ട് ചിൽഡ്രൻസ് ആർ ഓക്കെ. അങ്ക് അങ്ങ് സരിയേ അങ്ങനെ ഐക്യൂര ലെവലി എങ്ങനെ ഉണ്ട് അത് കൊത്തിട്ട് അങ്ങ് സരിയേ. അക്കാരണം കൊണ്ടിട്ട് ഇതിൽ വലിയൊരു സബ്ജക്ട് പഠിക്കുള്ളൂ. നമുക്ക് ഈ ഞങ്ങളെ മക്കളെ വേറെ മക്കളെ ഞങ്ങൾ കമ്പയർ ആക്കുക. സയന്റിഫിക്കലി ആയിട്ട് ഈ കമ്പയർ ആക്കുള്ള റൈറ്റ്സ് ഞങ്ങൾക്ക് ഉണ്ടാ. ഒരേ ഉമ്മരെ ബൈത്തിൽ വന്നേ 5 മക്കമേ ഒരേ വലിക്കാറ്. ഞങ്ങളെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എല്ലാം എല്ലാരും ഒരേപോലെ, എല്ലാരും ഡിഫറെന്റ് അല്ലേ? അപ്പൊ പിന്നെ വേറെ ബൈത്തിൽ വന്നങ്ങ മക്ക എല്ലാരും ഒരേപോലെ ആവുറാറാ? അതാ ഒണ്ട കണ്ടിട്ട് പടി, ഒണ്ട കണ്ടിട്ട് പടി, ഒണ്ട കാണില്ലേ, ഒണ്ട കാണില്ലേ, നിക്ക് നിന്റെ അടി ശരിയല്ല, ഒന്നും എല്ലാ പണിയാക്കില്ലേ, അതാക്കില്ലേ, ഇതാക്കില്ലേ. ലാസ്റ്റ് ഞങ്ങ ബേജാറിൽ മൂത്ര കുടി പോ. കാരണം ഈ കമ്പാരിസൺ ചെന്നെങ്കിൽ ഒരു മക്കളെ പിന്നൊരു മക്കൾക്ക് തുലനാക്കിട്ട് ചൊല്ലത് അത് സയന്റിഫിക്കലി അത് റോങ്. കാരണം അതുകൊണ്ട് കുതിര പോലെയല്ല, IQ ലെവൽ പോലെയല്ല പിന്നൊരു കിട അവർക്ക്. അതേന്നാ ചൊന്ന എന്തൊരു ഒരു ബൈത്തിൽ വന്ന മക്കമേ സംതിങ് ഡിഫറെന്റ് ആയെങ്കിൽ വ്യത്യസ്ത ബൈത്തിൽ വന്ന മക്ക എന്തായാലും ഡിഫറെന്റ് ആവുറാറായില്ലേ? അക്കാരണം കൊണ്ടിട്ടു ഏതും മക്കൾക്ക് സഹിക്ക. ഈ ഒരു മക്കളെ പിന്നൊരു മക്കൾക്ക് തുലനാക്കിട്ട് ചൊല്ലത് അത് ഏത് മക്കും അത് കൺട്രോൾ ആക്കുക ആവാത്ത ഒരു സാധനമായിട്ട് അത് ഞങ്ങ റിയൽ ആയിട്ട് ഞങ്ങളെ ലൈഫിലേക്ക് നോക്കറെങ്കിൽ ഇതിപ്പോ ഒരു ഹസ്ബൻഡ് ഒരു വൈഫറെ ഹസ്ബൻഡ് മൂത്തോണ്ട വൈഫക്ക് കമ്പയർ ആക്കിട്ട് ഇങ്ങനെ ചെന്നെങ്കിൽ ആ വൈഫുക്ക് സൈക്കോകാവാ? നോക്കടി, അവളെ കണ്ട് പഡ്രി നോക്കടി, എന്റത് എത്ര പട്ടി ചൊല്ലി എത്ര ചൊല്ലി. ആ ഒരു ടൈപ്പുള്ള രീതിയുള്ള നമുക്ക് രാഷ്ട്രാവുള്ള അർത്ഥത്തിന് കൺട്രോൾ കിട്ടണം. വേണുകൊണ്ട് പറ്റി കിട്ടാതെ പറയും ഈ വേർഡ് ചൊല്ലാറില്ലേ? കാരണം അത് സൈക്കോകാവാത്ത ഒരു വേ ആയിട്ടിക്കറി ഈ കമ്പാരിസൺ ചൊല്ലത്. അത് ഒരിക്കലും അത് എന്തരാക്കുക സൈക്കോകാവില്ല. അത് നങ്കാവാത്തത് ഞങ്ങളെ പിന്നെ ഞങ്ങളെ മക്കൾക്ക് പിന്നെ എങ്ങനെ അവര്
ಅಕ್ಕಾರನ ಕೊಂಡಿಟ್ಟು ಎಲ್ಲ ಈ ஒரு ஐக்யூ புத்திர லெவலு எல்லாரது ஒரு போலிக்கல அக்காரனை கொண்டுட்டு ஒரு ஆளுடைய பின்னொரு ஆளுக்கு துலனை ஆக்கிட்டு கம்பேர் ஆக்கிட்டு சொல்றது சயின்டிபிக்கல் தட் இஸ் நோ. சில மக்கள் இது இப்போ എബവ് ആവറേജ് എന്ന് ചൊല്ലുന്നത്. എബവ് ആവറേജ് അത് ഈ ഐക്യു ടെസ്റ്റ് ഫസ്റ്റ് ഈ ഒരു ലെവലിൽ നിങ്ങൾ ഒന്ന് പഠിക്കാം. ഈ ഐക്യു ടെസ്റ്റ് ലീഗലായിട്ട് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇതാക്കരുത്. ഈ ഐക്യു ടെസ്റ്റ് ചൊന്നെങ്കിൽ ഇത് ബോർഡിൽ വെച്ചിട്ട് വേറെ ടെസ്റ്റിനെ പോലെ ഉള്ള ടെസ്റ്റ് അല്ല. ഐക്യു ടെസ്റ്റ് ചൊന്നെങ്കിൽ മെറ്റീരിയൽസ് വെക്കരുത്, കുറേ മെറ്റീരിയൽസ്. അത് നിംആൻസ് ബാറ്ററി അങ്ങനെ ഇങ്ങനെ കുറെ അവർ ബാറ്ററി സിക്കർ ഓരോ കമ്പനീസ് അങ്ങനെ കുറെ മെറ്റീരിയൽസ് അല്ലിക്കർ. അപ്പൊ ഈ ബംഗാറ് ആ മെറ്റീരിയലിന്റെ ഏത് ടൈപ്പിൽ യൂസ് ആക്കറ, ആ യൂസ് ആക്കറതില് എത്ര ടൈമിങ് എടുക്കറ്, എത്ര ഇതെടുക്കറെല്ലാം ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഒബ്സർവ് ആക്കിയിട്ട് ആ ഒരു ടൈപ്പിലും ഇങ്ങനെ ഏജിയും അതിൽ ബണ്ട് ഇതിൽ ഒത്തിട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു കണക്ക് ബണ്ട്. അപ്പൊ ആ ഒരു കണക്ക് വെച്ചിട്ട് മക്കളെ ബുദ്ധിരെ ലെവൽ എന്തിരണ്ട് അളക്കറ് ആ ഒരു സിസ്റ്റം. അത് കേട്ടിട്ട് ഐക്യു ടെസ്റ്റ് ഉണ്ടല്ല ചൊല്ലി എന്നില്ലാണ്ട് ഇങ്ങനെ ബ്ലഡ് തൂസി അത് ഇത് ആ ടൈപ്പുള്ള ടെസ്റ്റ് ആക്കിற ടെസ്റ്റ് ഒന്നും അല്ല ഐക്യു ടെസ്റ്റ്, റൈറ്റ്? അപ്പൊ അതിൽ ആ ഒരു ടെസ്റ്റിൽ ബണ്ട് ഒരു കണക്ക് വെക്കരുത് ചിലപ്പോ എബവ് ആവറേജ്. കാരണം ഈ യൂസ് ആക്കിയതരുത് ടൈമിംഗ് ആയിട്ട് മുന്നോളും പെർഫെക്റ്റ് ആയിട്ടും അത് ഇതെല്ലാം അതിലൊരു കണക്ക് കിട്ടും. എബവ് ആവറേജ് ഉണ്ട് ചൊല്ല്. എബവ് ആവറേജ് ചൊന്നെങ്കിൽ 140 കാണിയാറ്. അപ്പൊ ഈ ടെസ്റ്റില് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് 140 കാണിയാറ് കിട്ടിയെങ്കിൽ അത് എബവ് ആവറേജ് ചൊല്ല്. അപ്പൊ ഈ മക്ക ചൊന്നെങ്കിൽ ഭയങ്കര ഷാർപ്പായിട്ടിരിക്കുവാറ്. അത് ഏത് അക്കാഡമിക്കല് ഏത് വിഷയം പട്ട ಬೇಗ 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 ಕ್ಯಾಚ್ ಹಾಕರೆ ಮಕ್ಕಳಿಗೆ. ಅಂಕ ಏದು ಅದು ಎತ್ತರ ಬೆಲೆ ಟಫ್ ವಿಷಯ ಆವಟ್ಟು ಎತ್ತರ ಬೆಲೆ ಎಂಗಂತ ವಿಷಯಮಾವಟ್ಟು ಇಂಕೊರು ಬಿಸೇಮಿಯಲ್ಲ ಅಂಟ ಅದರ ಬೇಗ ಬೇಗ ಎಂಗನಿ ಮಂಗಂದ್ರ ಹಾಕ್ರಾರು ಕ್ಯಾಚ್ ಹಾಕ್ರಾರು. ಈ ಮಕ್ಕಳ ಬಗ್ಗೆ ಇಟ್ಟಿಕ್ರೆ ಅಂದ್ರೆ ಗಿಫ್ಟೆಡ್ ಚೈಲ್ಡ್ ಇಟ್ಟಿಕ್ರೆ. ചൈൽഡ് ഉണ്ടല്ലോ ചൊല്ലുണ്ട് ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അതിപ്പോ ഇന്ത്യത്തിലും ഇങ്ങനെയുള്ള കുറെ മക്ക ഉള്ളാർ. അതിപ്പോ ഞങ്ങ യൂട്യൂബ് ഞങ്ങളെ ഗൂഗിൾ സെർച്ച് ആക്കിയിട്ട് കേട്ടെങ്കിൽ അതിൽ കറക്റ്റ് എന്താ അവർ അതില് അങ്ങനത്തെ അങ്ങനെ പിക്ചേഴ്സും അങ്ങനെ ഇത് എല്ലാം കാട്ടും, റൈറ്റ്? ആവറേജ് ആയിക്ക് വെച്ചെന്നെങ്കിൽ 110 to 140 110 to 140 ആ ഒരു കണക്ക് വന്നെങ്കിൽ ഇൻകും എന്താ അവരാറ് ആ ഫസ്റ്റത്തെ ആളുടെ അത്ര പഠിക്കില്ല. എന്തെങ്കിലും എല്ലാ വിഷയവും പിടിക്കോ ഒരു കോംപ്ലിക്കേറ്റഡ് ഇതല്ല, അത്യാവശ്യമല്ല ആ ഫസ്റ്റത്തെ ആളുടെ സ്പീഡ് അല്ലാണ്ട്, റൈറ്റ്? മൂന്നാമത്തേത് സ്റ്റെപ്പ് ചെന്നെങ്കിൽ ആവറേജ്. ഇതെല്ലാ ടെസ്റ്റിലെ കാട്ടും. അത് ആറെല്ലാം ഐക്യു ടെസ്റ്റ് ഫോണ് ചൊല്ലതിനാണ് പിന്നെ ചൊല്ലത്. ഓക്കെ, ആവറേജ് ചെന്നെങ്കിൽ 90 to 110 ആ ഒരു ഇടയിലുള്ള മക്കൾക്ക് എന്തൊരു ചൊല്ല ആവറേജ്. അപ്പൊ ഈ മുത്തുമക്കൾ എന്താക്കാറ് അത്യാവശ്യം വേഗ വേഗ ഫസ്റ്റത്തെ എബവ് ആവറേജ് രമാ അല്ലെങ്കിൽ മിഡിൽ ആവറേജ് എത്രമാ അത് കിൽ. അതായത് അങ്ങനെ ജെണ്ടല്ല എത്ര ഊണ് പഠിക്കാവല്ല ആവറേജ് ആണ് അത് രണ്ടത്തിൽ കിൽ. എന്തെങ്കിലും പിടിക്കോ അത് ഇതെല്ലാം ആവറും, റൈറ്റ്? അപ്പൊ അക്കാരനെ കൊണ്ടിട്ട് എല്ലാരതും ഒരുപോലെ അല്ല. ഇനി ഈ 90 കീഴുള്ള മുത്തുമക്കളെ ഇത് ചൊന്നെങ്കിൽ ഒരു സ്ലോ ലേണേഴ്സ് എന്ന് ചൊല്ലു. എത്ര 80-90 ഇടയിലുള്ള മക്കൾ ആ കണക്കിൽ എത്ര വന്ന് 80-90 ഇടയിൽ 80 or 90 ഇടയിൽ വന്നെങ്കിൽ സ്ലോ ലേണേഴ്സ്. അങ്ക് ബേനായതുപോലെ ಬೇಗ 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 പഠിക്കുക ഇത് ഒന്നും ആവല. അങ്ങ സ്ലോലി അങ്ങനെ ബാക്കില് കറക്റ്റ് ആയിട്ട് ഞങ്ങൾ കൂടി പോയെങ്കിൽ അങ്ങ് എന്താ പറയാറ് സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് അങ്ങ് മേൽ വന്നോണ്ടിരിക്കുക.
അപ്പൊ ഇവിടെ ನಂಗೆ ಅರ್ಥ ಹಾಕೋಣಾയത് എബവ് ആവറേജ് ഉള്ളവർക്കിടാവും. കാരണം അവനക്ക് പിടിക്കരുത് ഒരു ഇതും ആവശ്യമില്ല. കുറെ ട്യൂഷന് പോണ്ടേ, കുറെ അതുക്ക് പോണ്ടേ, കുറെ ഇതൊക്കെ അടുത്ത്. ചിലപ്പോ ഈ എബവ് ആവറേജും മിഡിൽ ആവറേജ് മുത്തുമക്കളെ ട്യൂഷൻ അത് ഇതൊക്കെല്ലാം കറക്റ്റെങ്കില് ഇന്ന മാർക്കും ഇല്ലാണ്ടാവും. ചൊന്നെങ്കിൽ ഓൾറെഡി അവನು ಎಲ್ಲ ಮಂಕ್ ಗೊಂತ ಟಿಕ್ಕರು പിന്നെ ഇവിടെ ട്യൂഷന്റെ അവിടെ ಎಲ್ಲ പോയെങ്കിലവിടെ ಗುಂಪಿನಲ್ಲಿ ಗೋವಿಂದ അവിടെ ಎಲ್ಲ വ്യത്യസ്ത തരത്തിലുള്ള കാറ്റഗറിയുള്ള മക്കൈറ്റിക്ക് ഐക്യ ലെവലുള്ള മക്കൈറ്റിക്ക് വേറെ അവിടെ ഇല്ല. ಬೇಗ തലക്ക് പോണ്ടവണിക്കും, ಬೇಗ തലക്ക് പത്താത്തവണിക്കും, അങ്ങനെ വ്യത്യസ്തരായിട്ടുള്ള മക്കൈക്ക് വേറെ അവിടെ അല്ലേ. അപ്പൊ ഇങ്ക് എന്താ ഓൾറെഡി ഇതെല്ലാം പഠിച്ചിട്ട് അത് ഇതെല്ലാം ഇങ്ങ അവിടെ പോയിട്ട് ഇങ്ങനെ ബോറടി പോലെ പിന്നെ അവിടെ തെച്ചിട്ട് ബോറടിച്ചിട്ട് ആ ഒരു ടൈപ്പിലുള്ള പറഞ്ഞത് ഇന്നതും നമുക്ക് എന്താ അവിടെ ഇല്ലാത്ത. അപ്പൊ ഇങ്ങനത്തെ മിഡിൽ, അതായത് എബവ് ആവറേജ് ആൻഡ് മിഡിൽ ആവറേജ് ഉള്ള മക്കൾക്ക് അങ്ങനെ ഞങ്ങൾ മെയിൻറ്റൈൻ ആക്കാനായ രീതി ചെന്നെങ്കിൽ അങ്ക് ഉള്ളത് അങ്ങനെ നല്ല മോട്ടിവേറ്റ് ആക്കിയിട്ട് കൊടുക്കുക. എങ്ങനെ ഇതിപ്പോ നല്ല മാർക്ക് എടുത്തറ, നല്ല സ്കോർ എടുത്തറ, അതിരിങ്ങനെ ഇടയ്ക്ക് റിമെമ്പർ ആയിട്ട് നിക്ക് പഠിക്കുന്നത് ഇതെല്ലാം ചൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല. ബംഗാറ് എന്റെ ബംഗാറ് മോണ് നല്ല ലെവലിക്ക് ഇനിയും എത്തൂല എന്ന് ചെന്നിട്ടു ഗിവ് ഇം ഹോം. ആ പ്രതീക്ഷ ഉണക്ക് ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്ക. അപ്പൊ ആ ഒരു ഇതെല്ലാം കിട്ടുമ്പോ ഓണു കേന്ദ്രത്ത് പിന്നെ അങ്ങനെ വേഗ അതര ഹാളുക അങ്ങനെ സ്കോറും എടുക്കാറ്, നല്ല മാർക്സ് അത് ഇത് എല്ലാത്തിലും നല്ല ടോപ്പ് ലെവലിലും ഉണ്ടാറാണ്. റൈറ്റ്. ഇനിയിപ്പോ ആവറേജ് അത് ഇതുള്ള ആൾമാരെല്ലാം ചിലപ്പത്തിൽ ട്യൂഷൻ അത് ഇതൊക്കെല്ലാം കരുത്തങ്ങൾ ഒന്നുകൂടി ബെറ്റർ ആവറേജ് അങ്ങ് അത്യാവശ്യതെല്ലാം ഇക്കറാറ് ഒന്നുകൂടി അങ്ങനെ തെല്ല് കെയർ തെല്ല് സപ്പോർട്ട് അത് ഇതെല്ലാം കിട്ടിട്ടുണ്ടെങ്കിൽ ഒരു നല്ല അങ്ക ഒന്നുകൂടി അങ്ങ് എന്താ പറയുക ക്ലാസ്സിലെല്ലാം നല്ല പെർഫോം ആക്കോ അത് ഇതാക്കോ എല്ലാം പണ്ടാറ്. അത് ആവറേജ് ആയിട്ടുള്ള മക്കൾക്ക് വേണമെങ്കിൽ ട്യൂഷൻ അത് ഇതെല്ലാം കൊടുക്കാം. റൈറ്റ്. അപ്പോ ഇതിൽ നിങ്ങൾ പഠിക്കണായത് ഐക്യൂര ലെവല് എല്ലാ മക്കളത് ഒരുപോലെ ഇക്കില്ല, ഡിഫറെന്റ് ഇക്കറ്. പിന്നെ ഈ ഐക്യു ടെസ്റ്റ് അത് ഇതെല്ലാം ആക്കോണായത് എപ്പ പണ്ടേ ചൊന്നെങ്കിൽ സ്വന്തമായിട്ട് അവന്റെ ഡെയിലി ആക്ടിവിറ്റിയെ സ്വന്തമായിട്ട് ആക്കോകൂ അത് ഇതെല്ലാം ഗുಂತಿಲ್ಲ. അതായത് എക്സാമ്പിൾ ചൊല്ലെങ്കിൽ അവനു ಟಾಯ್ಲೆಟ್ എങ്ങനെ തെക്കോണു, എങ്ങനെ കൽകോണു, ഇനിയൊരു ബട്ടൺസ് ഏത് രീതിയിൽ ഇടണു, ചെരുപ്പ് ഏത് രീതിയിൽ ഇടണു. ഇനിയിപ്പോ ചോറിനൊരു ദായങ്ങളും അങ്ങനെ തന്നെ സാധാ ഓന്റെ ഏജിലുള്ള മക്കളെ പോലെ ചോറ് അത് ഇത് എല്ലാം ഒന്നുമില്ല. ആ ഒരു ടൈപ്പിലുള്ള എന്തെങ്കിലും അവന്റെ ഡെയിലി അവനെ ആക്കര പോലത്തെ ആക്ടിവിറ്റീസേ അവന്റെ ഏജ് ಗೊತ್ತಿട്ട് ആ ഒരു ടൈപ്പിലുള്ള നമുക്ക് ഒരു ഫീൽ ആവും തുടങ്ങിയെങ്കിൽ മാത്രമേ ഈ മുത്തുമക്കളെ ഞങ്ങൾ എന്തിനാക്കില്ലേ ഒരു ഐക്യു ടെസ്റ്ററെ പോയിട്ട് കാട്ടുക അത് രീതിയല്ല ഉള്ളേ. അപ്പൊ അതിൽ ഞങ്ങൾക്ക് എന്താ ഒരു ഗൊന്തವ್ರು ಎಂದರೆ ആവറേജാ അല്ലെങ്കിൽ സ്ലോ ലേണർസാ അല്ലെങ്കിൽ അതിരെ കാണ്ടി കീഴ, അതായത് അതിരെ കാണ്ടി കീഴ് ചൊന്നെങ്കിൽ എൽവരെ കാണ്ടി കീഴുള്ള ആൾമാർക്ക് MR എന്ന് ചൊല്ലേ, മെന്റൽ റിട്ടാർഡേഷൻ എന്ന് ചൊല്ലത്. അത് എന്തിട്ട് നമുക്ക് നാളത്തെ ലൈവിൽ എന്തിട്ട് നമുക്ക് അതിൽ ഡിസ്കഷൻ ആക്കി. അപ്പൊ ഇത് ഏത് ഈ മുത്തുമക്കളെ ഇതില് ഐക്യു ടെസ്റ്റ് ആക്കണായത് അങ്ങനെ ഡെയിലി ആയിട്ടുള്ള അങ്ങനെ സ്വന്തം കാര്യമേ ആക്കുക ആയില്ലെങ്കിൽ ഐറ്റിക്കറ് ഇത് ചിലതിലെല്ലാം എന്തുകൊണ്ടുണ്ടോ ഇങ്ങനെ ബാക്കി എല്ലാ വിഷയത്തിലും നല്ല ടോപ്പ് ആൻഡ് ടോപ്പിക്കറാണ്. ഇനി മെക്കാനിക്കാ, ഇനി ചിത്രാക്കുക, അല്ലെ കണ്ടുപിടുത്തമാ, അങ്ങനെ സയൻസ് മോഡ് അത് ഇതിൽ എല്ലാത്തിലും നല്ല ടോപ്പിക്കറാറ്. പിന്നെ സ്കൂളിൽ വലിയ പെർഫോമൻസ് അത് ഇതൊന്നും വയ്ക്കില്ല. അങ്ങനത്തെല്ലാം ഞങ്ങൾക്ക് അവിടെ ഐക്യു ടെസ്റ്റ് അത് ഇതൊരു വലിയ ആക്കണോട്ട് ആവശ്യമൊന്നുമില്ല. കാരണം അങ്ങനെ ഡെയിലി റുട്ടീനായിട്ടുള്ളത് എല്ലാം അങ്ങനെ ആക്കിക്കൊണ്ടുള്ളാറ്. അപ്പൊ അങ്ങനെ ഐക്യുക അത് ഇതൊക്കെന്ത് ഒരു തകരാറ് അത് ഇതൊന്നും ഇല്ല. അവിടെ നിങ്ങൾ വേണായത് നല്ല ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ചൈൽഡ് സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഒരാളുടെ പോയിട്ട് കാട്ടിട്ട് അവന്റെ സ്ക്രീനിങ് അല്ലെങ്കിൽ അസസ്മെന്റ് ആയിട്ടിക്കോണു അവിടെ ആക്കണായത്. അവന്റെ ഐക്യു ടെസ്റ്റിന്റെ ആവശ്യകത ചിലപ്പോൾ അവിടെ വരല. എന്ത് കാരണം അവനു ആ ഒരു ഐക്യൊരു വിഷയത്തിൽ അവന് സമസ്യ നിൽക്കലെന്ത്
അവനെല്ലാം അത്ര സ്മാർട്ട്, അത്രയും നല്ല ആക്റ്റീവ്, അത് ഇത് എല്ലാത്തിലുള്ള. ബട്ട് ഈ അവന്റെ അസസ്മെന്റിൽ, അവന്റെ റീഡിങ്ങിലും റൈറ്റിങ്ങിലും അതിൽ ഇതിൽ എന്തെങ്കിലും സംതിങ് പ്രോബ്ലംസ് അത് ഇതെല്ലാം ഇരിക്കും. അപ്പൊ അതുക്കുള്ള പരിഹാരത്തെ ഭാഗത്ത് എന്തിട്ട് നോക്കിയിട്ട് ആ ഒരു ടൈപ്പിലായിട്ട് ഗ്രൗണ്ട് കൊണ്ടുപോകുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു വിഷയം എന്തിട്ട് നിങ്ങൾക്ക് അർത്ഥമായിട്ടുണ്ട്. ഐക്യൂര ലെവല്. അപ്പൊ ഐക്യു சொன்னீங்க അങ്ങനെ മെന്റൽ ഏജും ഫിസിക്കൽ ഏജും ഒരേപോലെ ഉള്ളാണ് ഇല്ലേ ചൊന്നിട്ടുള്ള ഒരു ടെസ്റ്റ്. അതിൽ ആ ടെസ്റ്റ് എഴുതുന്ന വിഷയം എല്ലാം ನಾನು ഓരോന്നും ചൊന്നെ. ഇനി ആറൈറ്റിക്ക് ഐക്യു ടെസ്റ്റ് ആക്കണുಂಟು ഞാൻ ചൊന്നെ. അപ്പൊ ഈ വിഷയം എല്ലാം ഞങ്ങൾ കറക്റ്റ് ആസ് എ ഉമ്മ ചൊല്ല രീതിയിൽ, ഒരു പാരന്റ് ഒരു ബാപ്പ ചൊല്ല രീതിയിൽ, ഒരു ഉസ്താദ് ചൊല്ല രീതിയിൽ, അല്ലെങ്കിൽ ഒരു സർ അല്ലെങ്കിൽ ഒരു മാം ചൊല്ല ഒരു രീതിയിൽ ഇതെല്ലാം ഞങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ മക്കളെ എപ്പോ ഞങ്ങൾ ഇങ്ങനെമേ കാണുമെന്ന് നോക്കില്ലേ? എസ് സാറിന് അല്ലേ? ഇന്നലും കാരണം ഇതൊരു വിഷയത്തിൽ ഞങ്ങൾ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ മക്കളും ഇങ്ങനെ ആക്കണം എല്ലാ പ്രഷർ അത് ഇതെല്ലാം ഇട്ടെങ്കിൽ ഇതാവൂറാ. കാരണം ഇങ്ങമേ ജസ്റ്റ് അത് കൈ ഇങ്ങനെ പിടിക്കുമല്ലോ, ജസ്റ്റ് തെല്ല് നേരെ കറിയുമ്പോ തൂടെ എല്ലാം കടയു തുടങ്ങുന്നില്ല. എല്ലാ മക്കളും ഒരേപോലെ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം ഒരേപോലെ ആ ഇതൊക്കെ കൊണ്ടുവന്നു വെച്ചെന്നെങ്കിൽ ഇത് നടക്കരുതാ? സയന്റിഫിക്കലി ആയിട്ട് ഇത് നടക്കരുതാ? ഇല്ല. അതിനെ ಬಗ್ಗೆ വെറുതെ ഞങ്ങൾ മസിൽ പിടിച്ചിട്ട് കാര്യമൊന്നും ഇല്ല. അതൊരു ഡിഫറെന്റ് ആയിട്ട് കാണാം. അങ്കങ്ങ സരിയേ. അപ്പൊ ആ ഒരു ലെവലിൽ അങ്ങനെ ട്രീറ്റ് ആക്കിയിട്ട് അങ്ക് കൊടുക്കറ വാല്യൂ റെസ്പെക്ട് അതിനെ ഞങ്ങൾ അർത്ഥാക്കിയിട്ട് അങ്ക് കൊടുക്കുന്ന പോലെ പുറത്തെങ്കിൽ അവിടെ പേരൻസുക്കും ടെൻഷൻ ഇല്ല, ടീച്ചേഴ്സുക്കും ടെൻഷൻ ഇല്ല, കിടാവുക്കും ടെൻഷൻ ഇല്ല. എസ് സാറിന് അപ്പൊ ഈ ഒരു വിഷയം ഞങ്ങൾ ഒന്ന് ക്ലിയർ ആയിട്ട് അർത്ഥാക്കിയിട്ട് ക്വാറന്റ് കാണ്ട് ഇനി ഞങ്ങൾക്ക് നെക്സ്റ്റ് എത്തത് എല്ലുവരെ കാണ്ട് കീഴ് ഉള്ള മക്കളെ MR ചൊല്ല, അതായത് മെന്റൽ റിട്ടാർഡേഷൻ. അത് ഞങ്ങൾ നാളത്തെ ലൈവില് ഡിസ്കഷൻ ആക്കി. നൈസ് ടു മീറ്റ് യു. സീ അഗൈൻ.